അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 3-ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 10-ാമത്തെ പാഠമാണ് നാം പരിശോധിക്കുന്നത്. അദ്ദർസുൽ ആഷിർ, റുഇയ ഹഖ്. നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ എന്തുണ്ട് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കൂടിയാലോചിച്ചു. നഗാരമടിക്കാം, ചിലർ പറഞ്ഞു. തീ കത്തിക്കാം, മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. അന്നു രാത്രി അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. ഒരാൾ നഗാരവുമായി വന്നു. അതെനിക്ക് വിൽക്കുമോ? അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആഗതൻ: ഇതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാൻ വേണ്ടിയാണ്. ആഗതൻ: ഇതിനേക്കാൾ നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു. പ്രഭാതമടുത്തപ്പോൾ അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു ചെന്ന് സ്വപ്നകാര്യം വിവരിച്ചു. അത് യഥാർത്ഥ സ്വപ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ വാചകങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ചൊല്ലിക്കൊടുക്കൂ. അദ്ദേഹം അദാൻ നിർവഹിക്കട്ടെ. അദ്ദേഹം ഉയർന്ന ശബ്ദത്തിൻ്റെ ഉടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അന്ന് മുതലാണ് അദാൻ നിലവിൽ വന്നത്. ഉസ്താദ് തുടർന്നു. അദാൻ കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും മറ്റു വസ്തുക്കളും അന്ത്യനാളിൽ അത് വിളിച്ചവന് സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട്. അദാൻ കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്യണം. എങ്ങനെയാണ് ഇജാബത്ത് ചെയ്യേണ്ടത്? സ്വാലിഹ് ചോദിച്ചു. അദാൻ വിളിക്കുന്നവൻ ഓരോ വാചകങ്ങളും പറഞ്ഞു തീർന്ന ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത്. ഹയ്യ അലസ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്നിവ കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നാണ് ചൊല്ലേണ്ടത്. അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്നു കേട്ടാൽ സ്വദഖ്ത വബരിർത എന്നാണ് പറയേണ്ടത്. ഇഖാമത്തിനും ഇജാബത്ത് ചെയ്യണോ? സൽമ ചോദിച്ചു. അതെ, ഇഖാമത്തിനും ഇജാബത്ത് ചെയ്യണം. ഖദ് ഖാമത്തിസ്സലാഹ്, ഖദ് ഖാമത്തിസ്സലാഹ് എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ എന്നാണ് പറയേണ്ടത്. ഉസ്താദ് പറഞ്ഞു. സ്ത്രീകളും നിസ്കാരത്തിന് അദാൻ വിളിക്കേണ്ടതുണ്ടോ? മുബശ്ശിറ ചോദിച്ചു. ഉസ്താദ്, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ, അദാൻ സുന്നത്തില്ല. അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ഓത്തും പഠനവും മറ്റുള്ള എല്ലാ സംസാരങ്ങളും നിർത്തണം. അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഓർമ്മപ്പെടുത്തി. അദാനിനു ശേഷം ദുആ ചെയ്താൽ അന്ത്യനാളിൽ എൻ്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തുടർന്ന് ഉസ്താദ് അദാനിൻ്റെ ദുആ ചൊല്ലി. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കുട്ടികളെല്ലാവരും പറഞ്ഞു. അൽ മുഅദ്ദിനൂന അത്വലുന്നാസി അനാഖൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മുഅദ്ദിനുകൾ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ്. ഇനി നമുക്കതിൻ്റെ വർക്ക് നോക്കാം. അദ്ദർസുൽ ആഷിർ, റുഇയ ഹഖ്. നുഇദ്ദു അശറത അസ്ഇലത്തിൻ മാ അജ്വബതിഹ. 10 ചോദ്യങ്ങളും ഉത്തരങ്ങളോടുകൂടെ എഴുതുക. ഒന്നാമത്തെ ചോദ്യം: അദാൻ വിളിച്ചവന് സാക്ഷി നിൽക്കും ആര്? ഉത്തരം: അദാൻ കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും മറ്റു വസ്തുക്കളും. ചോദ്യം 2: അദാൻ കേൾക്കുമ്പോൾ ചെയ്യണം എന്ത്? ഉത്തരം: ഇജാബത്ത്. 3: എങ്ങനെയാണ് ഇജാബത്ത് ചെയ്യേണ്ടത്? അദാൻ വിളിക്കുന്നവൻ ഓരോ വാചകങ്ങളും പറഞ്ഞു തീർന്ന ശേഷം അതുപോലെ ചൊല്ലുക. 4-ാമത്തെ ചോദ്യം: ഹയ്യ അലസ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ചോദ്യം 5: അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ എന്ത് ചൊല്ലണം? ഉത്തരം: സ്വദഖ്ത വബരിർത. ചോദ്യം 6: ഖദ് ഖാമത്തിസ്സലാ എന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം?
ഉത്തരം ഖാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. 7 സ്ത്രീകൾ നിസ്കാരത്തിന് അദാൻ വിളിക്കേണ്ടതുണ്ടോ? ഉത്തരം ഇല്ല, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. 8 മരണം മോശമാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആരുടെ? ഉത്തരം അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ. ഇനി 9 അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്ക്? ഉത്തരം അദാനിനു ശേഷം ദുആ ചെയ്യുന്നവർക്ക്. 10 അന്ത്യനാളിൽ ഉന്നത ശീർഷരാകും ആര്? ഉത്തരം മുഅദ്ദിനുകൾ. ഇനി വർക്ക് 2 നക്തുബു ദുആ ബഅദൽ അദാൻ, ബാങ്കിന് ശേഷമുള്ള ദുആ എഴുതുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തിൽ ഖായിമത്തി ആതി മുഹമ്മദിനിൽ വസിലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഇനി വർക്ക് 3 കാണാം. നളബിത്തു ബിൽ അഷ്കാലി വൻ നസ്ഖി, അവിടെ അതിന് ഹർക്കത്ത് കൊടുത്ത് അവിടെ പകർത്തി എഴുതുക. ഇനി 4ാമത്തെ വർക്ക് കാണാം. നക്തുബു അദാന സുബഹി മഅൽ ഇജാബ, സുബഹി ബാങ്കും അതിൻ്റെ ഉത്തരവും കൊടുക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അതേപോലെ തന്നെ ഉത്തരം കൊടുക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇനി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ബാങ്കിൽ 2 വട്ടവും ഇഖാമത്തിൽ 1 വട്ടവും പറയുക. ഹയ്യ അലസ് സ്വലാ ഹയ്യ അലസ് സ്വലാ, അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ്, അവിടെയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇനി അസ്സലാത്തു ഖൈറും മിനൻ നൗം, അവിടെ സദഖത വബറർത 2 പ്രാവശ്യം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അവിടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി 5ാമത്തെ വർക്കാണ് നക്തുബു ഇജാബത്തൻ ലിൽ അൽഫാദി താലിയ, ശേഷം പറയുന്ന വാചകങ്ങൾക്കുള്ള ഉത്തരം പറയുക. ഹയ്യ അലസ് സ്വലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഖദ് ഖാമത്തിസ് സ്വലാ അഖാമഹല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. അസ്സലാത്തു ഖൈറും മിനൻ നൗം സദഖത വബറർത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.